ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ആയുസ്സിൽ നമുക്ക് അവസരം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നാം ചിന്തിച്ചു വന്നതായ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ലോകത്ത് ആരാണ് ഭാഗ്യവാനെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ്റെ നാവിൽ കൂടെ ദൈവാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ ഭാഗ്യവാൻ ആരാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്നാണ് നാം അത് വായിച്ചത്. ആരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഇത് കേൾപ്പിക്കുന്നവരും അതെ, ഇത് കേൾക്കുന്നവരും അതെ. ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു സ്വർഗീയ സൗഭാഗ്യമാണ്. ദൈവവചനം കേൾക്കാൻ ഇടയാകുക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നിധിയിലേക്കാണ് കടന്നു വരുന്നത്. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പൊട്ടക്കഴുതയായ മനുഷ്യനിൽ കൂടെ ആയിരിക്കാം ജീവനുള്ള ദൈവം സംസാരിക്കുന്നത്. അവൻ പ്രവാചകന്മാരിൽ കൂടെയും നിബിയന്മാരിൽ കൂടെയും സ്ലീഹന്മാരിൽ കൂടെയും സംസാരിക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായാണ് ഈ ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. വചനം നാം കേൾക്കുമ്പോൾ, വചനത്തിൻ്റെ അരികത്ത് നാം ഇരിക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ നാവിൽ കൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ഇത് കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ദൈവവചനം കേൾക്കാൻ ഇടയാകുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. കാരണം അനേകർക്കിത് സാധിക്കുന്നില്ല. അനേകർക്ക് വചനം കേൾക്കാൻ ഒരാഗ്രഹം വരുന്നില്ല. അനേകർക്ക് ആഗ്രഹം ഉണ്ടായിട്ടും അവർക്കതിനുള്ളതായ സാഹചര്യമില്ല. അനേകർക്ക് സാഹചര്യം ഉണ്ടായിട്ടും അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുക അതൊരു സ്വർഗീയ സൗഭാഗ്യമാണ്. കാരണം വചനം കേൾക്കുമ്പോഴാണ് മനുഷ്യന് മാനസാന്തരം ലഭിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് മനുഷ്യന് സുബോധം ലഭിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് മനുഷ്യന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതായ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവവചന കേൾവിയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് വചനം നമ്മോട് പറയുന്നത് വചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല ഈ വചനം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരും അവരും ഭാഗ്യവാന്മാരാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനം കേൾക്കുന്നവരും ദൈവവചനം കേൾപ്പിക്കുന്നവരും. അവർ രണ്ടു കൂട്ടരും ഭാഗ്യവാന്മാരാണ്. പിന്നെ മറ്റൊരു ഭാഗ്യവാൻ ആരാണ്? 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആ വാക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ജീവനുള്ള ക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനം കേൾക്കുന്നത് ഭാഗ്യമാണ്, കേൾപ്പിക്കുന്നത് ഭാഗ്യമാണ്. എന്നാൽ അതിലേറെ ഭാഗ്യമാണ് കേട്ടതായ ദൈവവചനം, ആ വചനപ്രകാരം വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ച് നോക്കണം. നാം കേൾക്കുന്നതായ വചനത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ? വചനത്തിന് അടിസ്ഥാനപ്പെട്ടൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഞാൻ മറ്റാരെയും മാതൃകയാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏതെങ്കിലും ഈ ഭൂമിയിലെ ദൈവമക്കളെ മാതൃകയാക്കുന്നത് ശരിയല്ല. കാരണം അവർക്കൊരു വീഴ്ച വന്നാൽ ഒരുപക്ഷെ ഞാനും ആ വീഴ്ചയിലേക്ക് പോയേക്കാം. എന്നാൽ നമുക്ക് മാതൃകയാക്കാനുള്ളത്, നമുക്കൊരു മാതൃക കർത്താവ് വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഏക മാതൃക യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ഈ വചനം വള്ളിയോ പുള്ളിയോ തെറ്റുകയില്ല. മനുഷ്യന് മാറ്റം വരാം, മനുഷ്യൻ്റെ ചിന്താഗതിക്ക് മാറ്റം വരാം, മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരാം, മനുഷ്യൻ്റെ ഉപദേശങ്ങൾക്ക് മാറ്റം വരാം, മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റം വരാവുന്നതാണ്. മനുഷ്യൻ മാറുന്നവനാണ്. എന്നാൽ മാറ്റമില്ലാത്ത ക്രിസ്തുവുണ്ട്, മാറ്റമില്ലാത്ത ക്രിസ്തുവിൻ്റെ വചനവുമുണ്ട്. ഈ വചനപ്രകാരം, ഈ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നാം ഒന്ന് ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനമാണോ? ഈ വചനം പ്രമാണിച്ചാണോ ഞാൻ ജീവിക്കുന്നത്?
ഈ വചനം പ്രമാണിക്കണമെന്നുള്ളതായ ഒരു നിഷ്ഠ, ഒരു ദാഹം, ഒരു ആഗ്രഹം, ഒരു വ്യഗ്രത, ഒരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കുണ്ടോ? വചനം വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കുകയില്ല എന്ന് നാം പാട്ട് പാടുന്നുണ്ട്. ഈ വചനത്തിൽ ഉറച്ചു നിന്നാൽ, ദൈവ വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അത് വലിയൊരു സൗഭാഗ്യമല്ലേ? ബാധകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷേ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതായ ഒരു ദൈവവൈതലിനെ ഒരു ബാധയും അടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമോ? എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനമായിരിക്കും. ഞാൻ മറ്റാരെയും നോക്കുകയില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ കൂടെ പഠിക്കുന്നവർ, എൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്നവർ, അവരുടെ ജീവിതത്തിലേക്കൊന്നും ഞാൻ നോക്കുകയില്ല. ഞാൻ അവരുടെ തെറ്റ് കാണുകയില്ല. അവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഞാൻ പരിശോധിക്കുകയില്ല. അതെൻ്റെ വിഷയമല്ല. എനിക്ക് മാതൃകയാക്കാൻ യേശുക്രിസ്തുവിന്റെ വചനമുണ്ട്. ആ വചനം വള്ളിപുള്ളി തെറ്റാതെ വചനപ്രകാരം ജീവിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരു തീരുമാനം എടുക്കാമോ? നാം ഐശ്വര്യത്തിലേക്ക് കടന്നു വരും. വചനം അനുസരിക്കുന്നതാണ് ഐശ്വര്യവും അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് ഒരു ഭാഗ്യവാൻ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 55-ാം അധ്യായം അതിന് 11-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വചനം, ഈ ദൈവത്തിന്റെ വചനം വലിയ ശക്തിയുള്ളതാണ്. എന്താണ് നമ്മൾ വായിക്കുന്നത്? എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും, എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ജീവനുള്ള ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്നതായ വചനം അത് വൃഥാവല്ല, അത് വ്യർത്ഥമല്ല. ദൈവം ഉദ്ദേശിക്കുന്നതായ കാര്യം ഈ വചനത്തിലൂടെ കർത്താവ് നിവർത്തിക്കുമെന്നാണ് നാം വചനത്തിൽ വായിച്ചത്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഫലം കായ്ക്കാതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലെന്നാണ് ദൈവം പറയുന്നത്. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും, എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ വചനം നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ട സഹോദര, നീ വിശ്വസിക്കുമെങ്കിൽ ഈ വചനത്തിൽ കൂടെ നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം കണ്ടിട്ടുണ്ട്. നീ അത് വിശ്വസിക്കുമോ? വേണമെങ്കിൽ നിനക്കത് വൃഥാവാക്കി കളയാം. ഇത് വേണമെങ്കിൽ ഇതാ ഉപേക്ഷിച്ച് കളയാം, വിലയില്ലാതാക്കി മാറ്റിക്കളയാം. എന്നാൽ ദൈവം ഉദ്ദേശിച്ച കാര്യം അവൻ സാധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ഈ വചനം ജീവനുള്ള വചനമാണ്. ഇത് ചൈതന്യമുള്ള വചനമാണ്. ഇത് ചൈതന്യം തരുന്ന വചനമാണ്. ഇത് ചൈതന്യം ഉളവാക്കുന്ന വചനമാണ്. വചനം, ദൈവത്തിന്റെ വചനം. ഇത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. പ്രിയപ്പെട്ടവരെ, ഇത് വാളുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു വരുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്നത്? അത് ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ടാണ്. വാളുകൊണ്ട് കുത്തും പോലെ കുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം തകർന്നു കിട്ടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുന്നുണ്ടോ? ഒരു തകർന്ന ഹൃദയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു അനുതാപം വരുന്നുണ്ടോ? ഒരു പാപബോധം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എനിക്കിനിയും ശരിയാവാനുണ്ടല്ലോ, ഇനിയും എനിക്ക് തിരുത്താനുണ്ടല്ലോ, ഇനിയും അനേക കാര്യങ്ങൾ എനിക്ക് മാറ്റം വരാനുണ്ടല്ലോ. യേശുക്രിസ്തുവിൻ്റെ ആ സ്വഭാവമായിട്ട് എൻ്റെ സ്വഭാവം ഞാൻ തട്ടിച്ചു നോക്കുമ്പോൾ, ദൈവമേ, ഞാൻ എവിടെ നിൽക്കുന്നു? നിന്റെ രാജ്യത്തിൽ എത്തുവാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ, ഞാൻ അർഹനല്ലല്ലോ, നിന്റെ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. കർത്താവേ, ഞാൻ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൈലുകൾ അകലെയാണ്. പ്രിയപ്പെട്ട, ഇങ്ങനൊരു ബോധം നിങ്ങൾക്ക് വരുന്നുണ്ടോ? അതെയോ ഹൃദയം കല്ലിച്ചിരിക്കുകയാണോ? എന്നാൽ ഈ വചനമാകുന്ന വാളുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് കുത്തിക്കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപബോധം തരുന്നത് ഈ വചനമാണ്. നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നത് ഈ വചനമാണ്. നമുക്ക് കണ്ണുനീര് തരുന്നത് ഈ വചനമാണ്. നമുക്ക് സുബോധം തരുന്നത് ഈ വചനമാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. പ്രിയപ്പെട്ടവരെ, വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. നമ്മുടെ സന്ധി മജ്ജകളിലേക്ക് തുളച്ചു ചെല്ലുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മജ്ജയിൽ വന്നതായ ചില ക്യാൻസറൊക്കെ മാറുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മജ്ജയിലേക്ക് തുളച്ചിറങ്ങി വരുന്ന ദൈവവചനത്തിന്റെ ശക്തിയാണത്. ഈ ശക്തി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ?
ഈ ശക്തി നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ? ഇത് ജീവനുള്ള വചനമാണ്, ഇത് ശക്തിയുള്ള വചനമാണ്, ഇത് ചൈതന്യം തരുന്ന വചനമാണ്. ചൈതന്യം കെട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ചൈതന്യമില്ലാതെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? സഹോദര, ഈ വചനം നീ വിശ്വസിക്കുമെങ്കിൽ, ഈ വചനം നീ അനുസരിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചൈതന്യം തരുന്നതാണ് ഈ വചനം. നിന്റെ മുഖത്ത് പ്രസന്നത തരുന്നതാണ് ഈ വചനം. നിനക്ക് പ്രത്യാശ തരുന്നതാണ് ഈ വചനം. നിനക്ക് സമാധാനം തരുന്നതാണ് ഈ വചനം. നിനക്ക് പുതിയ ഉണർവ് തരുന്നതാണ് ഈ വചനം. ഈ വചനം നീ വിശ്വസിക്കുമോ? ഈ വചനം നിന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ഈ വചനം. പിന്നെയോ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇതെല്ലാം വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെ വേറെ ആരും അറിയുന്നില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ വേറെ ആരും അറിയുന്നില്ല. എന്നാൽ ഈ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ വന്നതായ, നമ്മുടെ മനോഭാവത്തിൽ വന്നതായ പാപത്തെക്കുറിച്ച് ഈ ജീവനുള്ള വചനം നമുക്ക് ബോധ്യം തരും. ദൈവവചനത്തിൻ്റെ ശക്തി, പ്രിയപ്പെട്ടവർ, നാം ആരും ഉദ്ദേശിക്കുന്നതായ ഒരു ശക്തിയല്ല ദൈവവചനത്തിന്. എങ്ങനെയാണ് മനുഷ്യന് മാറ്റം വരുന്നത്? ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ രോഗം മാറ്റാൻ കഴിയും, പക്ഷേ മനുഷ്യൻ്റെ ഹൃദയം മാറ്റാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. മനുഷ്യൻ്റെ സ്വഭാവം മാറ്റാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിഷ്ഠൂരന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ഒരു മാനസാന്തരം ലഭിക്കുന്നത്? അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന് വചനം കേട്ട് അപ്പനെ കൊന്ന് ഇതാ ഡാമിൽ തള്ളാൻ ഉദ്ദേശിച്ച വ്യക്തികൾക്ക് മാനസാന്തരം കൊടുക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട്. അപ്പനെ കൊന്നു കുഴിച്ചു മൂടാൻ ഉദ്ദേശിച്ചിരുന്ന മനുഷ്യനെ മാറ്റുന്നതാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. മദ്യപിച്ച് കൂത്താടി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ? ഒരു കൂട്ടായ്മയാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വ്യക്തികളാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി എന്ന് പറയുന്നത്. ഈ ശക്തിയുടെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കുമൊന്ന് മാറണമല്ലോ, എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വേണമല്ലോ, എനിക്കുമൊന്ന് യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എൻ്റെ ഈ കോപം ഒന്ന് മാറണമല്ലോ, എൻ്റെ ഈ അശുദ്ധി ഒന്ന് മാറണമല്ലോ, എനിക്കൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണമല്ലോ. സഹോദര, നീ ഒന്നും ചെയ്യണ്ട. ഈ കേൾക്കുന്ന വചനം നീ വിശ്വസിക്കുക. ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നീ തുറന്നിടുക. യേശു നിന്നോട് സംസാരിക്കുകയാണ്. യേശു നിന്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. യേശുവിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നിനക്കതിന്റെ ഹൃദയവാതിലൊന്ന് തുറക്കാമോ? നീ വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കേണ്ട. ഇനി നീ സമയം നീട്ടിക്കളയേണ്ട. നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തേണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട്. യേശു നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ടുണ്ട്. നീ എന്തിനു നശിക്കണം? നീ എന്തിനു നിരാശപ്പെടണം? നിന്റെ ഭാവി എന്തിനു നശിപ്പിച്ചു കളയണം? മകനെ, നിനക്കൊരു നല്ല ഭാവിയുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. അവനാണ് നിന്നോട് സംസാരിക്കുന്നത്. അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കാമോ? ഈ വചനശക്തിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇരുവായ്ത്തിലുള്ള വാളാണ്. ഞാൻ തിരിച്ചറിയുന്നു, ഇരുവായ്ത്തിലുള്ള വാളാണ്. ഈ വാള് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്കും ഈ വചനമാകുന്ന ഇരുവായ്ത്തിലുള്ള വാള് എൻ്റെ ഹൃദയത്തെയും മുറിവേൽപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 22-23 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ പ്രവാചകനായ യിരെമ്യാവ് എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെ കുറിച്ചാകട്ടെ, ഖനനയാഗങ്ങളെ കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെയോ, എന്റെ വാക്ക് കേട്ട് അനുസരിപ്പീൻ, എന്റെ വചനം അനുസരിപ്പീൻ, എൻ്റെ ഈ ന്യായപ്രമാണം അനുസരിപ്പീൻ. ഇത് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. സഹോദര, നിന്റെ വഴിപാട് ദൈവത്തിന് വേണ്ട, നിന്റെ യാഗങ്ങൾ ദൈവത്തിന് വേണ്ട, നിന്റെ പുറമെയുള്ള ഒരു പ്രവൃത്തിയും ദൈവത്തിന് വേണ്ട, നിന്റെ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് ഒരു കാര്യം മതി. യേശുക്രിസ്തു ജീവനുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അവൻ്റെ വചനം നീ പ്രമാണിക്കുക, അവൻ്റെ വചനം നീ അനുസരിക്കുക, വചനപ്രകാരം നീ ജീവിക്കുക, വചനമനുസരിച്ച് നീ മാനസാന്തരപ്പെടുക, വചനമനുസരിച്ച് വചനപ്രകാരം നീ ശുദ്ധീകരണം പ്രാപിക്കുക, നീ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുക. ഇത് മാത്രമേ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ എന്താണ് താഴോട്ട് വായിച്ചാൽ? എന്റെ വാക്ക് കേട്ട് അനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും, എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ദൈവമായും, നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. പ്രിയപ്പെട്ടവര്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ വചനപ്രകാരം ജീവിപ്പീൻ. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. വചനപ്രകാരം ജീവിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം. വചനമനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുമോ? ഞാൻ ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിക്കും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറുകയില്ല. വചനപ്രകാരമായിരിക്കും, വചനമായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ വചനം അനുസരിച്ചായിരിക്കും ഞാൻ ജീവിക്കുന്നത്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 5-6 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവിടെ എന്താണ് ദൈവം അവരോട് പറയുന്നത്? ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം പഴയ ഇസ്രായേലിനോട് പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് പ്രത്യേക ജനമായിരിക്കുമെന്ന്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്, നിങ്ങളെൻ്റെ സ്വത്തായിരിക്കുമെന്നാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിൻ്റെ ആ സൗഭാഗ്യം എത്ര വലുതാണ്. ഒന്നര വായിക്കാമോ വാക്യം? ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്. നിങ്ങൾ എൻ്റെ സമ്പത്താണെന്നാണ് ദൈവം പറയുന്നത്. എന്തു വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ, എന്തു വലിയൊരു പദവിയാണ്. ദൈവവചനം അനുസരിക്കുന്നു ഉള്ളവർക്കുള്ളതായ പദവി എത്ര വലുതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 40-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് പറയുന്നത്? നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും പ്രിയപ്പെട്ടവരെ, നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്ക. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്കും എൻ്റെ തലമുറയ്ക്കും അനുഗ്രഹത്തിനുള്ളതായ ഒരേ ഒരു വഴിയെ ദൈവം പറയുന്നുള്ളൂ. അത് പഴയ നിയമ ഇസ്രായേലിനോടും പുതിയ നിയമ ഇസ്രായേലാകുന്ന പുതിയ നിയമസഭയോടും ദൈവം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ യാഗങ്ങളും വഴിപാടുകളൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ നേർച്ചകളും കാഴ്ചകളൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ പുണ്യപ്രവൃത്തികളൊന്നും എനിക്ക് വേണ്ട. അതിലൊന്നും അല്ല ഞാൻ സന്തോഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുക, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെയും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതുവരെയും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണോ എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം? ഈ വചനമാണോ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? വചനം അനുസരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഭാഗ്യം എന്ന് പറയുന്നത്. എന്നാൽ അനേകർക്ക് വചനം അനുസരിക്കാൻ സാധിക്കുന്നില്ല. വചനം കേട്ടവർ അനേകരുണ്ട്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വചനം കേട്ടവർ എത്രയോ ആളുകളുണ്ട്. എന്നാൽ നിത്യജീവൻ അനുഭവം പ്രാപിച്ചവർ എത്രയോ തുലവും ചുരുക്കമാണ്. രോഗസൗഖ്യം പ്രാപിച്ചവർ ഒത്തിരി പേരുണ്ട്. അപ്പം തിന്നവർ അനേകരുണ്ട്. മുടന്ത് മാറിയവർ അനേകരുണ്ട്. കേൾവി കിട്ടിയവർ അനേകരുണ്ട്. ഭൗതികമായ നന്മകൾ, സൗഖ്യങ്ങൾ അനുഭവിച്ചവർ അനേകർ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ നിത്യജീവൻ പ്രാപിച്ചവർ എത്ര പേരുണ്ട്? ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിത്യജീവന്റെ അവകാശം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമോ? ഞാൻ നിത്യജീവന്റെ അവകാശിയാണോ? ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, എൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ, എൻ്റെ ആത്മാവ് ആ സ്വർഗീയ പർദീസയിൽ ചെന്ന് എത്തുമോ? നിത്യജീവന്റെ ഉറപ്പെനിക്കുണ്ടോ? രക്ഷാനിർണയം ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനാണ്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് സൗജന്യമായി അവൻ്റെ രക്തം കൊണ്ട് കഴുകിത്തന്നു. അവൻ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു. അവൻ എന്നെയും നിത്യജീവന്റെ അവകാശിയാക്കി തീർത്തു. അതെൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നന്മ കൊണ്ടല്ല. ഇതെനിക്ക് അവൻ സൗജന്യമായി ചെയ്തു തന്നതാണ്. അവൻ്റെ ക്രൂശ് മരണത്താൽ എനിക്ക് സൗജന്യമായി ലഭിച്ചതായ ആ സ്വർഗീയ കൃപ ഞാൻ വിശ്വാസത്താൽ അനുഭവിക്കുന്ന ഒരു ദൈവവേദനാണെന്ന് മകനെ നിനക്ക് വിശ്വാസമുണ്ടോ? ആ ഒരു അനുഭവം നിനക്കുണ്ടോ? നീ നിത്യജീവന്റെ ഓഹരിക്കാരനാണോ? നീ മണവാട്ടി സഭയിലെ ഒരു അംഗമായി തീർന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നും എനിക്ക് വേണ്ടി കാൽവറിൽ മരിച്ച എൻ്റെ യേശുവിൻ്റെ മുഖം ഞാൻ കാണുമെന്നും അവൻ്റെ തൃപ്പാദം ഞാൻ ചുംബിക്കുമെന്നും മകനെ നിനക്ക് ഉറപ്പുണ്ടോ? നിത്യജീവന്റെ ഓഹരിക്കാരനായി നീ തീർന്നിട്ടുണ്ടോ? ഈ വചനമനുസരിക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവിന് പരിശുശ്രൂഷാ കാലത്ത് ഒരു ധനവാനായ ചെറുപ്പക്കാരൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, നിത്യജീവൻ പ്രാപിക്കണം. എങ്ങനെയെങ്കിലും നിത്യജീവൻ പ്രാപിക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ളതായ വാക്യം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ.
ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്നവനോട് പറഞ്ഞു. ഏവ എന്നവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളതെന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് പരിശുശ്രൂഷാകാലത്ത് ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അവൻ്റെ ഹൃദയത്തിൽ ബാല്യം മുതൽ അടങ്ങാത്തൊരു ആഗ്രഹമുണ്ട്. എനിക്ക് നിത്യജീവൻ്റെ അവകാശിയായി തീരണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, എനിക്ക് സ്വർഗരാജ്യത്തിലെത്തണം. അതൊരു നല്ല ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേകർക്കില്ലാത്തതായ ഒരു ദാഹമാണ്. അനേകർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ഈ ഭൂമിയിൽ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതിലുപരി ഒരു സ്വർഗരാജ്യമുണ്ടെന്നും ഒരു നിത്യജീവനുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു മരണമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അനേകർ ചിന്തിക്കുന്നേയില്ല. ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, മരിക്കുന്നതാണ് വരെ ജീവിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റൊരു വിഭാഗമുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, ജീവിക്കുന്ന കാലം സുഖമായിട്ട് ജീവിക്കുക, ജീവിക്കുന്ന കാലം സന്തോഷമായിട്ട് ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ലഭിക്കാവുന്ന സന്തോഷങ്ങളെല്ലാം പ്രാപിക്കുക, ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ അവന് ബാല്യം മുതലൊരാഗ്രഹമുണ്ട്, അവന് നിത്യജീവൻ പ്രാപിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നിത്യജീവന്റെ അവകാശം പ്രാപിക്കണം. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. നിത്യത രണ്ട് സ്ഥലമാണ്, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതെല്ലാം സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഒരടങ്ങാത്ത ദാഹമുണ്ടോ? ഈ ഭൂമിയിൽ എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും ദൈവമേ, എനിക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടരുത്, നിത്യജീവൻ എനിക്ക് നഷ്ടപ്പെടരുത്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ആ ഒരു ബോധ്യവും വിശ്വാസവും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇവന്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഭാഗ്യവശാൽ നിത്യജീവന്റെ ഉടമസ്ഥനാകുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ തന്നെ വന്ന് ചോദിക്കേണ്ടവന്റെ അടുക്കൽ വന്ന് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചു. കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ട്. കർത്താവ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു, നീ ഇത് കൽപ്പനകളെല്ലാം പ്രമാണിക്ക്. അവൻ പറഞ്ഞു, കർത്താവ്, ഇതൊക്കെ ഞാൻ ബാല്യം മുതൽ പ്രമാണിച്ചു പോരുന്നതാണ്. കൽപ്പനയെല്ലാം ഞാൻ ബാല്യം മുതലേ പ്രമാണിച്ച് അനുഷ്ഠിച്ചു പോരുന്നവനാണ്. കർത്താവ് വീണ്ടും പറഞ്ഞു, നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. കർത്താവിനൊരു വചനം കൊടുത്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ അവൻ ആ വചനം അനുസരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അവൻ ആ വചനം അനുസരിക്കാൻ പറ്റിയില്ല. നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഒരു വലിയ ദാഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നിത്യജീവൻ ചോദിക്കേണ്ടവൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയും ചെയ്തു. അത് നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി സ്വർഗത്തിലെ ദൈവം പറഞ്ഞും കൊടുത്തു. പക്ഷേ വചനം അനുസരിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ നിത്യജീവൻ ലഭിച്ചില്ല. നിത്യജീവൻ ലഭിക്കാതെ അവൻ നിത്യനരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നാമും വചനം കേട്ടവരല്ലേ? ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്താണ് നാം കേട്ടവരും അറിഞ്ഞവരുമല്ലേ? രക്ഷയുടെ മാർഗം നാം അറിഞ്ഞവരല്ലേ? ഏതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെന്ന് ശരിയായ മാർഗം ഈ കൂട്ടായ്മയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നില്ലേ? നാം ആ വചനം അനുസരിച്ചോ പ്രിയപ്പെട്ടവരെ? വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? പാപത്തോട് യാത്ര പറയാൻ ദൈവത്തിന്റെ ആത്മാവ് എത്രയോ പ്രാവശ്യം നമുക്ക് വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, ആലോചനകൾ തന്നിട്ടുണ്ട്. നമ്മുടെ രഹസ്യ പാപങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടില്ലേ? നാം അതെല്ലാം വിട്ടോ? നാം അതിനോടെല്ലാം യാത്ര പറഞ്ഞോ? നിത്യജീവൻ ലക്ഷ്യമായിട്ടാണോ ജീവിക്കുന്നത്? ദൈവവചനം അനുസരിക്കണമെന്നുള്ള വലിയൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടോ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിത്യജീവന്റെ അവകാശിയായി തീരാൻ ആഗ്രഹമുണ്ടോ? ഈ വചനം പ്രമാണിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കാൻ പ്രിയപ്പെട്ടവരെ. അവനാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. അവൻ്റെ ക്രൂശ് മരണം മൂലമാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. നമുക്ക് അവൻ്റെ ക്രൂശിലേക്ക് നോക്കി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വചനം. എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു മരിച്ചത്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു മരിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ രക്തം ചിന്തിയത്. അവൻ്റെ തിരുരക്തത്തിൽ നാം ആശ്രയിച്ചാൽ, അവനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ, അവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ, പാപത്തോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതം നാം നയിക്കുമെങ്കിൽ സഹോദര, നിനക്ക് നിത്യജീവൻ അവകാശമാക്കാം. ഈ ദൈവത്തിന് വചനം അനുസരിക്കുക, ദൈവത്തിന് വചനപ്രകാരം നീ ജീവിക്കുക, ദൈവവചനത്തിന് നീ വില കൊടുക്കുക, നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക, നിത്യജീവന്റെ അവകാശിയായി തീരുക, യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുക, ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക, പാപത്തോട് യാത്ര പറയുക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിന്റെ ഒരു അടിമയായി ജീവിക്കും. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനമനുസരിച്ച് നിത്യജീവൻ അവകാശമാക്കുന്ന ആ ദൈവമക്കളുടെ പട്ടികയിൽ ഞങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.